ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് കോഴി വിശേഷങ്ങൾ അറിയാം. കോഴിയെ വളർത്തുന്നവരും കോഴിയെ ഇനി വളർത്താൻ ആഗ്രഹിക്കുന്നവരും മുട്ട ഇഷ്ടമുള്ളവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇത് ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം. ഇതിൽ കുറേ ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കോഴീൻ്റെ വീട്. പക്ഷേ അത്ര ഒരു ഇതില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ കൂടിന്. നമ്മളെ വീട്ടിൽ തന്നെ അടിച്ചെടുത്ത ഒരു കൂടാണ്. നമ്മൾ വെളിയിൽ നിന്നൊന്നും അല്ല കൂട് വാങ്ങിച്ചത്. കോഴികൾക്ക് 5 കൂട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തെങ്കിലും അതൊക്കെ സ്ഥിരമായിട്ട് മുട്ടയിടുന്നത് ഈ ഒരു സ്ഥലത്ത് മാത്രമാണ്. കാക്കയെ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഇവനാണ് ആ പെടയ്ക്ക് കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ മുട്ടയിടാൻ വേണ്ടി സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഈ ഒരു ചാവലാണ്. എന്നിട്ട് അത് മുട്ടയിട്ട് കഴിയുമ്പോൾ ചാവൽ കയറി നിന്നിട്ട് ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ വന്ന് നോക്കുന്നത്. അപ്പം മുട്ട അവിടെ ഇട്ട് വച്ചിരിക്കും. അപ്പോൾ ഇതിനൊക്കെ ഒരു ഉപാധിയായിട്ട് നമ്മൾ തന്നെ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. നിങ്ങളും അത് കണ്ടുപിടിക്കണം. മുട്ടയിട്ട് കഴിഞ്ഞാൽ ഉടൻ അത് കൊക്കരിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഇച്ചിരി അരി ഇട്ട് കൊടുക്കണം. അപ്പോഴേ അവരുടെ വിളി അടങ്ങത്തുള്ളൂ. അവർ മുട്ടയിട്ട് ഉടനെ തന്നെ അവർക്ക് അരി വേണം, അത് നിർബന്ധമാണ്. അപ്പോൾ ബാക്കിയുള്ള കോഴികളും കൂടെ അതിൻ്റെ കൂടെ വന്ന് കഴിക്കും. അതിനുശേഷം നമ്മൾ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ പരിസരങ്ങളിൽ കാണും ഇതുപോലത്തെ പൊട്ടിയ ബക്കറ്റ്. അത് അമ്മയാണെങ്കിൽ അതിൽ മരപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് കൂട്ടിനകത്ത് വയ്ക്കും. അപ്പോൾ ഈ മുട്ട ഇടുന്നത് അപ്പോൾ ആ കൂട്ടിലാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ അമ്മ ഒരു തുണിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ എല്ലാ കോഴികളും മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. എല്ലാവരും ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്തി നോക്കണം. കൂട്ടിൽ തന്നെ മുട്ടയിടാത്ത കോഴികൾക്കൊക്കെ ഇതായിരിക്കും ഏറ്റവും യൂസ്ഫുള്ളായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായി പോയി നോക്കിയപ്പോൾ 2 കോഴിക്ക് പനി പോലെ അവിടെ കിടക്കണുണ്ടായിരുന്നു. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ആ കോഴികൾ അട കൊക്കുകയാണെന്ന്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അതിനുശേഷം അമ്മയാണെങ്കിൽ ആ കോഴിയെ പിടിച്ചിട്ട് നോക്കിയപ്പം അത് കൊത്തണുണ്ടായിരുന്നു നല്ലതുപോലെ. അപ്പോൾ അമ്മ വിചാരിച്ചു അത് അട വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ കോഴിയെടുത്ത് മാറ്റുന്നുണ്ട്. 2 കോഴികളാണ് അട ഇരുന്നത്. അപ്പോൾ അതിൻ്റെ മുട്ട കഴിയുമ്പോഴാണ് അതിങ്ങനെ അട ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ 7 മുട്ടയാണ് നമ്മളിങ്ങനെ അട വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് അവിടെ കോഴിയെ പൊക്കി നോക്കിയപ്പോൾ അതിൽ ഒരു മുട്ട ഇരിക്കുന്നത് കണ്ടത്. നിങ്ങൾ പരമാവധി അട വയ്ക്കുമ്പം അവർ മുട്ടയിടുന്ന ഒരു ബക്കറ്റിൽ മാത്രമേ അതിലിങ്ങനെ അട വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കോഴികളിങ്ങനെ അത് ഇരുന്നിരുന്ന് അതൊരു ഇഷ്ടപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ബക്കറ്റിൽ തന്നെ നമ്മൾ ഇട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അങ്ങനെ അമ്മാമ്മ തന്നെയാണ് ഇങ്ങനെ കോഴിക്ക് അട വയ്ക്കാനുള്ള സഹായിച്ചത്. അങ്ങനെ അമ്മാമ്മ ഫസ്റ്റ് ആ ബക്കറ്റിൽ പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ല ഉണങ്ങിയ മരപ്പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം വേറെ ഏതെങ്കിലും കൂടിൽ ഈ ഒരു ബക്കറ്റ് ഒന്ന് അവിടെ സൈഡിൽ മുക്കിൽ എവിടെയെങ്കിലും വെച്ച് കൊടുക്കണം. കുഞ്ഞു കൂട് തന്നെ നമ്മൾ പരമാവധി എടുക്കണം. കാരണം ആ അട ഇരിക്കുന്ന കോഴിക്ക് മാത്രം കയറാനുള്ള പാകത്തിന് വേണം ആ കൂട് വെക്കേണ്ടത്. ബാക്കിയുള്ള കോഴികളൊന്നും അതിനകത്ത് കയറാൻ പാടില്ല. അങ്ങനെ അമ്മാമ്മയാണെങ്കിൽ മുട്ടയൊക്കെ വയ്ക്കുന്നുണ്ട്. നമ്മൾ 7 മുട്ടയാണ് വച്ചിട്ടുള്ളത്. എക്സ്ട്രാ നമുക്ക് ഒരു മുട്ടയും കൂടെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ കൂടെ ഒന്നും കൂടെ നമ്മൾ വയ്ക്കുന്നുണ്ട്. നമുക്ക് 3-4 കോഴികളുണ്ടെങ്കിൽ അവർ സ്ഥിരമായിട്ട് മുട്ട ഇടില്ല. ചില കോഴികളൊക്കെ മുട്ട ഇടാതെ പോവും. അത് കാക്കയും കൊണ്ട് പോകാറുണ്ട് ചിലത്. പക്ഷേ ചിലതൊക്കെ ആണെങ്കിൽ പനി കാരണം ഒരു മൂലയ്ക്ക് കയറി കിടക്കും. അപ്പോൾ അത് അടയിരിക്കും ചില കോഴികൾ. അങ്ങനെ നമ്മൾ മുട്ട ശ്രദ്ധിച്ച് അടയിരുന്ന കോഴിയെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടൊക്കെ അടച്ചിട്ട് നമ്മൾ പോവാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയപ്പോഴാണ് അമ്മാമ്മ പറഞ്ഞത് 8 മുട്ടയായിട്ട് വച്ചുകൂടാന്ന്. അപ്പോൾ എല്ലാവരും അങ്ങനെ 8 മുട്ടയായിട്ട് വയ്ക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ഒരു മുട്ടയും കൂടെ എക്സ്ട്രാ വച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അവളെ ശല്യപ്പെടുത്താതെ കൂടൊക്കെ അടച്ച് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.